കളിച്ചും ചിരിച്ചും ചൊറിഞ്ഞും തിരിഞ്ഞും കളി കണ്ടിരിപ്പോരെ. പാഠഭാഗങ്ങൾ അധ്യാപകർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ആയുധം നാടകമാണ്. അങ്ങനെ 9ഓളം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കൂടി ചേർന്ന സാധനമാണ് നാടകം. നിൽക്കണം അവിടെ, നിൽക്കാനല്ലേ പറഞ്ഞത്. എൻ്റെ ഈശ്വരാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വക പറഞ്ഞാൽ കേൾക്കില്ലെന്നേ. ഞാൻ വാക്കുകൾ കൊണ്ട് അഭിനയിക്കും, ശരീരം കൊണ്ട് അഭിനയിക്കും. നൃത്തം ചെയ്യുമ്പോൾ ഒക്കെ ഇതുകൊണ്ടല്ലേ അഭിനയിക്കുന്നത്. ആംഗികം, വാചികം, സാത്വികം. വേറൊരു അഭിനയം കൂടിയുണ്ട്. പ്രണനാഥനെനിക്കു നൽകിയ അതങ്ങടെ അണഞ്ഞും പോയി. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി കേരളത്തിലേക്ക് വന്ന് ജോലി ചെയ്യാൻ വേണ്ടി വന്ന ഒരാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കഥ പറയുന്നത്. അരേ ബീഹാറി ബായ്, കുഴിച്ചത് മതി, ഇനി ഇത് മൂടലാ പടി. ഈ ഇന്ത്യക്കാരൻ കുഴിച്ചു മൂടണ ചോറുണ്ടല്ല, സാക്ഷാൽ മുല്ലപ്പൂ മണക്കണ ബാസുമതി അരിയ. ഏത് ഈ നിധികുംഭങ്ങൾ കണ്ടു മയങ്ങേണ്ട എൻ്റെ കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ ഇതോ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ അല്ലേ? ഞാൻ ആ ടീച്ചറോ നിങ്ങൾ കുട്ടികളോ അല്ല, വി ആർ ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കൈയടിച്ചേ. എന്തിനാ ഈ കൈയടിക്കാൻ പറയുന്നത് അറിയോ? എന്തിനാ കൈയടിക്കുന്നത്? പ്രോത്സാഹിപ്പിക്കാനാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ കൈയടിക്കുമ്പോൾ ഞാൻ മാത്രമല്ല പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. നമ്മൾ കൈയടിക്കുമ്പോൾ ഇവിടെയെല്ലാം ഒരുപാട് നെർവുകളുണ്ട്. നെർവുകൾ അറിയോ? ഇത് അടിക്കുമ്പോൾ നമ്മളൊരു എനർജി വരും. അതിനാണ് കൈയടിക്കുന്നതിൻ്റെ വേറൊരു ഉപകാരം. നമ്മൾ കൈയടിക്കുമ്പോൾ നമ്മളും എനർജൈസ് ആവും. നമ്മൾ സ്പോർട്സൊക്കെ ഗോളൊക്കെ അടിക്കുമ്പോൾ, ഫുട്ബോളൊക്കെ അടിക്കുമ്പോൾ നമ്മളും ഒരു എനർജൈസ് ചെയ്യുന്നില്ലേ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇത്ര വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള പല സയൻറ്റിഫിക് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും ശാസ്ത്രം പറയാനൊന്നുമല്ല വന്നത്. എന്തിനാ? നിങ്ങൾക്ക് ആക്ടിങ് ഇഷ്ടമല്ലേ? ആക്ടിങ് ഇഷ്ടമാണോ? ആക്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. നാടകം, സിനിമയിലല്ല. സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമ അഭിനയിക്കാൻ. ആരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം? ആരുടെ കൂടെ? അല്ലു അർജുൻ, പിന്നെ വിജയ്, പിന്നെ ടോവിനോ. അങ്ങനെ ഒരുപാട് ആൾ. ഇങ്ങനെ സിനിമയൊക്കെ എഴുതി ഉണ്ടാക്കുന്ന ആളുകൾക്ക് സദസ്സിലുണ്ട്. അവസാനം ഞാൻ പരിചയപ്പെടുത്തി തരാം. വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ ഈ സദസ്സിൽ പിറകിലിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇപ്പം നോക്കണ്ട, അവരെ നിനക്ക് തിരിച്ചറിയില്ല. ഞാൻ മുഖംമൂടിയൊക്കെ കൊടുത്തിട്ടായില്ല. മാസ്കിങ്. അല്ലു അർജുനൊന്നുമില്ല മോനെ, ഇങ്ങോട്ട് നോക്കിക്കോ. ഇപ്പോഴത്തെ അല്ലു അർജുൻ ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കയ്യടി പറയില്ലേ, ഏത് ആക്ടിങ്ങിനും അഭിനയമായാലും ഒരു താളം ഉണ്ടായിരുന്നു. മനസ്സിലൊരു താളബോധം ഉണ്ടാവണം. നിങ്ങൾക്ക് താളബോധം ഉണ്ടോ? താളം. അതായത് ഇപ്പം ജസ്റ്റ് ഞാൻ പറയാം. ഞാനിതാ ഇങ്ങനെ കൈ വെച്ച് ഈ കൈ എടുത്ത് ഇവിടെ ആക്കുമ്പോൾ നിങ്ങൾ 1 അടിക്കണം. പറ്റുമോ? എല്ലാം ഒറ്റ അടിയായിരിക്കണം. ആയില്ല, ഇതാ കുറേ ഒച്ച കേട്ടില്ലേ? ഞാനിതാ ഇപ്പം അടിക്കണ്ട, ഇവിടെ പോയി ഇവിടെ എത്തുമ്പോൾ മാത്രമേ അടിച്ചുവിടൂ. ഓക്കെ, റെഡി? ഉണ്ടല്ലോ. ഒരു മനസ്സിൽ നമുക്കൊരു താളം വരുന്നില്ലേ? അപ്പം ഇങ്ങനെ എല്ലാറ്റിനും വർത്തമാനം പറയുന്നതിൽ അഭിനയം എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയൽ മാത്രമാണ്. എങ്ങനെയൊക്കെ അഭിനയിക്കാം? നിങ്ങൾ ഒരാളുടെ അഭിനയം കാണുമ്പോൾ എങ്ങനെയൊക്കെ ആ നടൻ അഭിനയിക്കുക, അല്ലെങ്കിൽ ആ നടി അഭിനേത്രി അഭിനയിക്കുന്നുണ്ടാകും? ഞാൻ എങ്ങനെയൊക്കെ അഭിനയിക്കാം? തമാശ അതൊക്കെ പറയാം. നമ്മുടെ ഈ ശരീരം കൊണ്ട് എങ്ങനെയൊക്കെ അഭിനയിക്കാം? ഡാൻസും ഓക്കെ, അതൊക്കെ ശരി, അതൊക്കെ അഭിനയത്തിൽപ്പെടും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ്. പിന്നെ ഫൈറ്റിംഗ് ആണെങ്കിലും കരച്ചിലാണെങ്കിലും സന്തോഷമാണെങ്കിലും പിന്നെ എന്താണ് ഇപ്പോഴത്തെ ഭയങ്കരമായിട്ടുള്ള ക്രൂരത
ഒക്കെ ആണെങ്കിലും എങ്ങനെയൊക്കെ അഭിനയിക്കാം. മനസ്സുകൊണ്ട് അഭിനയിക്കും. ഈ മനസ്സുകൊണ്ട് അഭിനയിക്കുമ്പോൾ മനസ്സുകൊണ്ട് അഭിനയിക്കുമ്പോൾ എവിടെയാണ് അതിൻ്റെ ആ മനസ്സിൻ്റെ പ്രകടനം എവിടെയാണ് വരുന്നത്? ബോഡിയിൽ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ സങ്കടം ഉണ്ടോ? അത് എവിടെയാണ് വരിക? ഇവിടെ മുഖത്ത് ഭാവം വരുന്നത്. അത് മനസ്സിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ ഭാവമാണ്. ആ ഭാവം വരുന്നത് എവിടെയാണ്? മുഖത്ത്. പോയിന്റ് അവൾക്ക് ഞാൻ 5 പോയിന്റ് കൊടുത്തിരിക്കുന്നു. അത് അവസാനം കൂട്ടി ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്കായിരിക്കും അവാർഡ്. എന്താ മോളെ പേരെന്താ? അന്ന 5 പോയിന്റ് നേടിയിരിക്കുന്നു. അടയ്ക്ക് കൈയടി. ഓക്കെ. അപ്പോൾ മനസ്സിലുള്ള നമ്മുടെ സങ്കടമായാലും സന്തോഷമായാലും എന്തായാലും അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന എവിടെയാ? മുഖത്താണ്. അതിനെ ഭാവാഭിനയം എന്ന് പറയും. കണ്ടോ? അപ്പോൾ അതിൽ മലയാളത്തിൽ നാടകത്തിൽ ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്ന് പറയുന്നത്. ആംഗികം, വാചികം, സാത്വികം അഭിനയമാണ് മുഖത്ത് വരുന്നത് എൻ്റെ ടേം മലയാളത്തിൽ. പിന്നെ ആംഗികാഭിനയമുണ്ട്. ആംഗികാഭിനയം കണ്ടിട്ടുണ്ടോ? എന്താ? ശരീരം കൊണ്ട് മാത്രം അഭിനയിക്കുന്നു. ഞാൻ കൂടുതൽ പോകുന്നില്ല, നമ്മൾ ആക്ടിങ്ങിലേക്ക് റിയൽ ആയിട്ടുള്ള സാധനത്തിലേക്ക് പോവാം. പിന്നെ ശരീരം കൊണ്ട് മാത്രം അഭിനയിക്കുന്ന ഏതാ? ശരീരം കൊണ്ട് മാത്രം. മുഖത്തൊന്നും എക്സ്പ്രഷൻ ഉണ്ടാവില്ല, ശരീരം മാത്രം. ഫൈറ്റിലുണ്ടാകുമ്പോൾ ദേഷ്യമൊക്കെ വരില്ലേ? ഇല്ലേ? അല്ല നമ്മളിങ്ങനെ റോബോട്ട് വയ്ക്കും പോലെ വെറുതെ അടിക്കുകയാണോ? അല്ല. ഡാൻസ് നൃത്തത്തിൽ ഭാവം ഉണ്ടാവും, ഭാവമില്ലാത്ത നൃത്തങ്ങളുണ്ട്. തിടമ്പ് നൃത്തം എന്നെല്ലാം പറഞ്ഞ് ഭാവമില്ലാത്ത നൃത്തങ്ങളാണ്. ഓക്കെ. അതല്ല, അതിന് നമ്മൾ മൈം ഷോ കണ്ടിട്ടുണ്ടോ? മൈം സ്കൂൾ കലോത്സവത്തിലൊക്കെ മുഖത്ത് വായ ചെയ്യിച്ചിട്ട് എക്സ്പ്രഷൻ ഒന്നും കാണൂല, ശരീരം കൊണ്ട് മാത്രം ചെയ്യും. അതാണ് ആംഗികാഭിനയത്തിൻ്റെ ഒരു ഉദാഹരണം. വാചികാഭിനയം വായ കൊണ്ട്, ശബ്ദം കൊണ്ട് മാത്രം അഭിനയിക്കുക. അത് എവിടെയാ? കഥാപ്രസംഗത്തിലൊക്കെ ചെയ്യാറില്ലേ? അതുപോലെ റേഡിയോ നാടകങ്ങളിൽ കേട്ടില്ലേ? അപ്പോൾ ആംഗികാഭിനയം മൈം ഷോ ഉദാഹരണം, വാചികാഭിനയം റേഡിയോ നാടകം ഉദാഹരണം. പിന്നെ സാത്വികാഭിനയം എന്ന നമ്മൾ എക്സ്പ്രഷൻ, സങ്കടം വന്നു, ദേഷ്യം വന്നു, ആ സാധനം വരുന്നതാണ് എക്സ്പ്രഷൻ. അത് സാത്വികാഭിനയം. ഇനി വേറൊരു തരം അഭിനയമുണ്ട്. ഇതിനൊരു 5 മാർക്ക് തരും. ആംഗികം, വാചികം, സാത്വികം. വേറൊരു അഭിനയം കൂടിയുണ്ട്. പേരല്ല, ഏതിനെ കൊണ്ട് അഭിനയിക്കാം, എങ്ങനെ അഭിനയിക്കാം. മനസ്സ് പറഞ്ഞു. ഇതിനോടുകൂടി ഈ മത്സരത്തിൻ്റെ ഈ ഭാഗം നിൽക്കും. എങ്ങനെ? കാലും കൈയും കൊണ്ടുമ്പോൾ ആംഗികാഭിനയം വന്നു, ശരീരചലനം. ഏതാ? തലച്ചോറ് കൊണ്ട് പറഞ്ഞപ്പോൾ ഇത് മൊത്തം പെട്ടു. ഞാൻ വാക്കുകൾ കൊണ്ട് അഭിനയിക്കും, ഡയലോഗ് കൊണ്ട്. ശരീരം കൊണ്ട് അഭിനയിക്കും, നൃത്തം ചെയ്യുമ്പോൾ ഒക്കെ ഇതുകൊണ്ടല്ലേ അഭിനയിക്കുന്നത്, ഇല്ലേ? താമര അങ്ങനെ സാധനം നമ്മളിങ്ങനെ പോയില്ലേ? അതൊക്കെ നമ്മൾ ചലനങ്ങൾ കൊണ്ട് അഭിനയിക്കും. ആംഗികാഭിനയമാണ്. മറ്റേ വാചികാഭിനയമാണ്. സാത്വികാഭിനയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു. എന്താണ്? ഒന്ന് കാണുമ്പോൾ സങ്കടം വരുന്ന സാധനം ഇല്ലേ? അത് എന്താണ്? സാത്വികം. ഞാൻ ഒന്നുണ്ട്, അതിന് നിങ്ങൾക്ക് 10 പോയിന്റ് തരും. 10 പോയിന്റ്. കണ്ണല്ല, കാലല്ല, കിടപ്പിൽ കിടന്നല്ല. ഏതാ? ടീച്ചർക്ക് കൊടുക്കണോ പോയിന്റ്? ടീച്ചർക്ക് ഒരു അവിടെ എടുത്തു വെച്ചേ. ടീച്ചറുടെ പേരെന്താ? റെജി ടീച്ചർ. ഏത് സ്കൂളിൽ നിന്നാ? ആയിക്കോട്ടെ. അപ്പോൾ റെജി ടീച്ചർ അദ്ദേഹം പറഞ്ഞു വേഷം കൊണ്ട് മാത്രം അഭിനയിക്കാൻ പറ്റൂലേ? എങ്ങനെ? ഞാനൊരു പോലീസുകാരനാണെന്ന് വന്നിട്ട് പറയണോ? ഞാൻ യൂണിഫോം ഇട്ടാൽ പോരെ? അപ്പോൾ പിന്നെ പോലീസ് അഭിനയിക്കണം, ഞാൻ പോലീസുകാരനാണെന്ന് പറയേണ്ട കാര്യമില്ല. യൂണിഫോം ഓർ ദ ഡ്രസ് ഇറ്റ് സെൽഫ് എക്സ്പ്രസ് വാട്ട് യു ആർ, ഇല്ലേ? അതെന്താണെന്ന് അത് വേഷം. അങ്ങനെ വേഷം കൊണ്ട് അഭിനയിക്കാം. അപ്പം 4 തരത്തിൽ അഭിനയം പഠിച്ചില്ലേ? എന്തൊക്കെ? ആംഗികം എന്ന് പറഞ്ഞാൽ കൈയും കാലും ദേഹവും കൊണ്ടുള്ള സാധനം. വാചികം വർത്തമാനം. സാത്വികം എക്സ്പ്രഷൻ, കഥകളി ഇതിലെല്ലാം ഉണ്ടാകുന്ന, ഡാൻസിലൊക്കെ ഉണ്ടാകുന്ന. പിന്നെ ഈ വേഷം കൊണ്ട് അഭിനയിക്കുന്നതിന് പറയും ആഹാര്യം. എന്താണ്? ആഹാര്യം. ഓക്കെ. ഇങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങൾ, ടിപ്സ്. നമുക്കത് ഇനി തൽക്കാലം നമ്മൾ വേറൊരു സാധനത്തിലേക്ക് പോകുന്നു. എന്താണ്?
നമ്മളൊരു പാട്ട് കേൾക്കുന്നു. ഈ പാട്ട് നിങ്ങൾക്ക് ഒരു കുട്ടിക്കഥയാണത്, അല്ലെങ്കിൽ ഒരു നാടോടി കഥയാണ്. നമ്മുടെ കൂടെയുള്ള സുബിൻ സാറിനോട് ആ കവിതയുടെ കുറച്ച് ഒരു മിനിറ്റ് അതിൻ്റെ ശകലം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കേൾക്കുക, കേട്ട് ശ്രദ്ധയോടെ കേൾക്കണം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രസിദ്ധമായ കാവ്യശില്പമാണ് പൂതപ്പാട്ട്. മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന കവിത എന്ന വിശേഷണത്തിനപ്പുറം എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യത്വം കൽപ്പിക്കുന്ന ഒരു കഥാഖ്യാനത്തിൻ്റെ മട്ടിലാണ് ഇതിൻ്റെ രചന. ഒരു ഗ്രാമീണ നാടോടി പുരാവൃത്തത്തിൻ്റെ ആഖ്യാനത്തിനനുസരിച്ചുള്ള താളക്രമവും ശീലുകളുമാണ് കവിതയിലുടനീളം കാണുന്നത്. വിളക്കുവെച്ചു. സന്ധ്യാനാമവും കഴിഞ്ഞു. ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗുണകോഷ്ഠവും ഉരുവിട്ടു. ഇനിയും ഉണ്ണാറായിട്ടില്ലല്ലോ. ഉറങ്ങണ്ട. ഭൂതത്തെപ്പറ്റി ഒരു പാട്ട് കേട്ടോളൂ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ? അയ്യയ്യാ അയ്യയ്യാ അയ്യയ്യ വരവമ്പിളി പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. അയ്യയ്യ വരവമ്പിളി പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. കേട്ടോ, ഇതൊരു കവിതയാണ്. മലയാളത്തിൽ വളരെ പ്രശസ്തമായൊരു കവിതയാണിത്. ഏതാണ് ആ കവിത? ആ കുട്ടികളോടാണ്, ടീച്ചർക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. ആരുടെ? ഏതാണ് ആ കവിത? ആദ്യം പറയുന്ന ആൾ എണീറ്റ് നിന്ന് പറയണം. പൂതപ്പാട്ട് കുറേ പേര് പറഞ്ഞു. ഇനി ഒരു ചോദ്യം ചോദിക്കും, അത് ആദ്യം പറയുന്ന ആൾക്കാണ് സമ്മാനം. ആരാണ് ആ കവി? അയ്യോ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. എല്ലാവരും കൂടി പറഞ്ഞു. ഭയങ്കര അറിവാണ്, നല്ല കുട്ടികളാണ്. അല്ല സാർ, നല്ല കുട്ടികളല്ലേ? ഉഷാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ ഇനിയും ചോദ്യം വരും. ഓക്കെ, നോക്കാം. എല്ലാവരും ഒരുപാട് പ്രൈസ് കൊടുക്കാൻ സംഘാടകർ എന്നെ തല്ലിക്കൊല്ലും ഇങ്ങനെ കൊടുത്താൽ. അപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണെന്ത്? പൂതപ്പാട്ട്. ഈ പൂതപ്പാട്ടിൻ്റെ കഥ അത്യാവശ്യം അറിയില്ലേ? അതായത് കുന്നിൻചെരുവിലെ നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, നല്ല സുന്ദരനായ കുട്ടി, ഉണ്ണി. ആ കുട്ടിയെ സ്കൂളിൽ ചേർത്ത്. നിങ്ങളെപ്പോലെ സ്കൂൾ വാനൊന്നും ഇല്ല കേട്ടാ. ഏതോ കുന്നും പുറകും ഏതൊക്കെ കാടൊക്കെ കടന്നിട്ട് പോകണം. ആർക്ക് സ്കൂളിൽ പോകാൻ? ഉണ്ണിക്ക്. ഈ ഉണ്ണി സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഒരു പൂതം ഉണ്ടായിരുന്നു, ആ കുന്നിൻ്റെ മുകളിൽ. പൂതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്ടയൊന്നുമില്ല, സ്നേഹമാണ്. അതിന് കുഞ്ഞൊന്നുമില്ല. ആർക്ക്? പൂതത്തിന് കുട്ടികളില്ല. അപ്പോൾ ഈ കുട്ടീനെ കാണുമ്പോൾ എനിക്കിതിനെ വളർത്തണമല്ലോ, എനിക്ക് വേണം. എന്നിട്ട് ഇതിനെ പിടിച്ചോണ്ട് വന്നു. അപ്പോൾ അമ്മ വന്ന് ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊണ്ടുപോകാൻ അമ്മ വരുന്നു. പൂതത്തിന് ഭയങ്കര ഇഷ്ടം കുട്ടീനെ, അമ്മയ്ക്കും ഇഷ്ടം. അപ്പോൾ അവസാനം ആര് ജയിക്കും? അമ്മയുടെ സ്നേഹം ജയിക്കും, ഇല്ലേ? നിങ്ങളെല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഉള്ള 2 പേരാണ് അമ്മയും അച്ഛനും, അല്ലേ? നിങ്ങൾ ദേഷ്യം വരും ചിലപ്പോൾ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തിന്നരുത് എന്നെല്ലാം പറയുമ്പോൾ, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഈ കുട്ടിയുടെ ഇതിനെ ഒരു നാടകമാക്കുന്നു. നാടകത്തിൽ അഭിനയിച്ചവരൊക്കെയാണ് സിനിമയിൽ ഭയങ്കര പ്രഗത്ഭന്മാരായിട്ടുള്ളത്. അഭിനയം പഠിക്കാനുള്ള ഏറ്റവും നല്ലത് എന്താണ്? നാടകം. സിനിമയിൽ പെട്ടെന്ന് അഭിനയിക്കാനൊന്നും പറ്റില്ല, പക്ഷെ അതൊക്കെ പഠിച്ചാൽ ഈസിയാണ് ഏതിൽ അഭിനയിക്കാൻ? സിനിമയിൽ. അപ്പോൾ ഈ നാടകം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭൂതത്തിൻ്റെയും അമ്മ ക്യാരക്ടർ, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവും? അമ്മ, പിന്നെ കുഞ്ഞ്, പിന്നെ ഭൂതം, പിന്നെ നമ്മൾ കുറേ ആളുകളെ കൂട്ടണം അതിൽ. അപ്പോൾ എങ്ങനെ ഈ കഥ ഒരു പൂതപ്പാട്ടായിട്ട് ഒരു നാടകമാക്കിയിട്ട് മാറ്റാം? ഇതൊരു ഏകാഭിനയ രീതിയിലാണ് അഭിനയിക്കുന്നത്. കുറേ പേര് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് അഭിനയിച്ച് കാണിക്കും, ഇടയ്ക്ക് പറയും, അഭിനയിച്ച് കാണിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ് വീട്ടിലാണ് നടക്കുന്നത്. ഈ കഥയകത്ത് നടക്കുന്നത് എവിടെയാണ്? ആദ്യം വീട്ടിൽ. കുട്ടിക്ക് ഭയങ്കര കുരുത്തക്കേട്. പക്ഷേ നമ്മൾ ഉണ്ണിയുടെ കഥയല്ല, ഉണ്ണി നല്ല കുട്ടിയായിരുന്നു. ഇതിപ്പോൾ നിങ്ങളെപ്പോലുള്ള അത്യാവശ്യം കുറുമ്പൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു വീട്ടിൽ നടക്കുന്നൊരു കഥയാണ്. ഓക്കെ, നിങ്ങൾ കുരുത്തം കെട്ട് എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ പൊട്ടിച്ച് അമ്മ പറയുന്നത് കേൾക്കാതിരുന്ന അമ്മ നിങ്ങളുടെ പിറകെ ഓടി വരൂലേ? ഇല്ലേ? എന്നിട്ട് എന്ത് പറയും? ചെവിയൊക്കെ പിടിക്കുമോ? ഇല്ലേ? അങ്ങനെ ഒരു രംഗമാണ് സങ്കല്പിക്കുക.
നിക്കണം അവിടെ, നിക്കാനല്ലേ പറഞ്ഞത്. എൻ്റെ ഈശ്വര, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വക പറഞ്ഞാൽ കേൾക്കില്ലെന്നേ. ഒരു പിടി ചോറുണ്ടാക്കാൻ പറഞ്ഞാൽ അവന് പറ്റില്ല. എപ്പോൾ നോക്കിയാലും പെപ്സി, കോള, ബബിൾ ഗം ഇതൊക്കെ കഴിക്കൂലേ. പിന്നെന്ത് കഴിക്കും? ബർഗർ, പിന്നെ ലേസ്. അപ്പം അമ്മ പറയും, ഓ എപ്പോൾ നോക്കിയാലും പെപ്സി, കോള, ബബിൾ ഗം, ബർഗർ, ലേസ്, വയറിന് കേടുണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ. ഇന്നലെയും കൂടി പത്രത്തിലുണ്ടായിരുന്നു ഇവയൊക്കെ വിഷമാണെന്ന്. ഈശ്വരോ. അപ്പോഴും വീട്ടിൽ മുത്തശ്ശി ഉണ്ടെങ്കിൽ മുത്തശ്ശി എന്ത് പറയും? വീട്ടിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കാലത്ത് മുത്തശ്ശിമാരൊന്നും ഉണ്ട്. മുത്തശ്ശിമാരൊക്കെ നല്ല സ്മാർട്ട് മുത്തശ്ശികളായിരിക്കും. പഴയ ഉണ്ണിയുടെ കാലത്തിലെ മുത്തശ്ശികളൊക്കെ കുറച്ച് പ്രായമുള്ളവരായിരിക്കും. ഇപ്പോഴത്തെ മുത്തശ്ശി അമ്മയെക്കാളും ചെറുതായിരിക്കും അല്ലേ? അപ്പോൾ മുത്തശ്ശി എന്ത് പറയും? അമ്മ നിങ്ങളെ തല്ലുമ്പോൾ മുത്തശ്ശി എന്ത് പറയും? അമ്മുമ്മ എന്തിനാ മൂട്ടിയേ നീ ആ കൊച്ചിനെ ഇങ്ങനെ തല്ലണേ? തല്ലിയാലൊന്നും അതിന് മനസ്സിലാവില്ല. ഓ അപ്പം അമ്മ പറയും, ഓ എത്തിയ വക്കാലത്ത് കൊണ്ട് മുത്തശ്ശി ഒറ്റ ആളാ ഇവനിങ്ങനെ വഷളാക്കണേ. ഇതേ ഞാൻ അടുക്കളിലോട്ട് പോണു. അമ്മ പോയി. അപ്പോൾ വീടിൻ്റെ ഒരു അന്തരീക്ഷം കിട്ടിയോ? അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുട്ടി പറയും, മുത്തശ്ശി അമ്മ തല്ലി, അമ്മ ചീത്തയാ. അങ്ങനെ പറയല്ലേ കണ്ണാ. കുരുത്തക്കേട് കാട്ടിയ അമ്മമാര് തല്ലും. അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അതൊക്കെ പോട്ടെ. മുത്തശ്ശി കണ്ണനൊരു കഥ പറഞ്ഞു തരാം. അമ്മയുടെ സ്നേഹത്തിൻ്റെ കഥ. പണ്ട് പറയങ്കുന്നിൻ്റെ മുകളിൽ ഒരു ഭയങ്കരിയായ ഭൂതമുണ്ടായിരുന്നു. അത് വഴി പോണോരൊക്കെ അത് ഉപദ്രവിക്കും. ഒരു ദിവസം പ്രണനാഥനെനിക്കു നൽകിയ പുതിയ ക്യാരക്ടറാണ്. നേരത്തെ പറഞ്ഞ കഥയിൽ ഇയാളില്ല. നമ്മൾ ചേർക്കുന്നതാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാടകം ആക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കഥയെ നശിപ്പിക്കാത്ത വിധത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ചേർക്കാം. ഒരാൾ വരികയാണ് പൂതമുള്ള വഴിയിലേ കൂടി രാത്രി. കയ്യിലെന്താ ഉള്ളത്? ചൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓലയൊക്കെ ഉണങ്ങിയ ഓലയൊക്കെ. അന്ന് ടോർച്ചുണ്ടോ? ഇല്ല. ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വീശിയിട്ട് രാത്രി വരികയാണ്. പ്രണനാഥനെനിക്കു നൽകിയ ഹൈ, അതങ്ങടെ അണങ്ങും പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? മനയിലേക്ക് പോണോലോ. നിലാവുള്ളോണ്ട് അങ്ങോട്ട് നടക്കണ്ടേ. ഹൈ, ആരാത് ആ പൂമരച്ചോട്ടിൽ? ഒരു പെൺകിടാവല്ലേ? ഹൈ നോക്കുക, ഒരു പെൺകിടാവാ. ഹൈ ആരാ? എന്താ പേര്? ഹൈ നാണിക്കാതെ എന്താ ഇവിടെ? ഹൈ പോവാണോ? നിൽക്കുക, നോമുണ്ട്. ആര് പോയി? പെൺകിടാവിൻ്റെ കൂടെ ആര് പോയി? ഒരു കഥകളി കാണാൻ പോണ ഒരു നമ്പൂതിരിയാ. മൂപ്പരാരും കൂടെ പോയി. പക്ഷെ എന്താ ഇതാ ഈ പെൺകിടാവാരാ? അയ്യോ അത് ഭൂതായിരുന്നു അല്ലേ മുത്തശ്ശി? കഥ പറയാണ്. ആര് കഥ പറയാണ്? അമ്മമ്മ കണ്ണനോട് കഥ പറയുന്നു അല്ലേ? അയ്യോ അത് ഭൂതായിരുന്നല്ലോ മുത്തശ്ശി. പിന്നല്ലാതെ. അതൊക്കെ പോട്ടെ. ആ ഇടക്കാണ് കുന്നിൻ ചെരുവിലെ നങ്ങേലിയുടെ ഉണ്ണി എഴുത്ത് പഠിക്കാൻ പോയത്. നല്ല തങ്കക്കുടം പോലത്തെ ഉണ്ണിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരാശ. ഈ ഉണ്ണിയെ തനിക്ക് വളർത്തിയാൽ എന്താന്ന്. ഭൂതമൊരു പെൺകിടാവായി ചെന്ന് ഉണ്ണിയെയും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ നങ്ങേലി നേരെ സന്ധ്യയായല്ലോ ഈശ്വര, ഉണ്ണിയെ കാണുന്നില്ലല്ലോ. ആരവിടെ ഉള്ളത്? ചാത്തനല്ലേ പോണത്? ചാത്താ, എൻ്റെ ഉണ്ണിയെ കണ്ടോ നീ? ഊവമ്പ്രാട്ടിയെ ഏന് കണ്ട് ദേണ്ട കുന്നിൻ്റെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കണത് കണ്ട്. കൂടെ ഒരു കൊച്ചമ്പ്രാട്ടിയുണ്ട്. കുന്നിൻ്റെ മുകളിലോ? ആരുടെ കൂടെ? കുന്നിൻ്റെ മുകളിൽ ഉണ്ണി നീ എവിടെയാ? അല്ലയോ പറയങ്കുന്നിലെ പൂതമേ, നീ എനിക്ക് എൻ്റെ ഉണ്ണിയെ തരൂ. അല്ലയോ പൂതമേ, നീ അഴിച്ചുവിട്ട ഈ കൊടുങ്കാറ്റിനെ ഞാൻ ഭയക്കുന്നില്ല.
അതിലെന്റെ മനസ്സുലയില്ല. നീ എനിക്കെന്റെ ഉണ്ണിയെ തരൂ. നിന്റെ മായാവിദ്യയുടെ ഈ അഗ്നിജ്വാലകൾ എൻ്റെ ശരീരത്തെ എരിച്ചു കളഞ്ഞേക്കാം, പക്ഷേ ഒരമ്മയുടെ ആത്മാവിനെ അത് സ്പർശിക്കില്ല. നീ എനിക്ക് എൻ്റെ ഉണ്ണിയെ തരൂ, ഉണ്ണിയെ തരൂ. അല്ലയോ വിഡ്ഢിയായ ഭൂതമേ, ഈ നിധികുംഭങ്ങൾ കാട്ടി ഒരമ്മയുടെ ആത്മാവിനെ വശത്താക്കാമെന്ന് നീ കരുതിയോ? ഇല്ല. ഈ നിധികുംഭങ്ങൾ കണ്ടു മയങ്ങേണ്ട എൻ്റെ കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ ഇതാ നിനക്കായി ഞാൻ അർപ്പിക്കുന്നു. ഇതിലും വലുതാണ് എനിക്ക് എൻ്റെ പൊന്നോമന. നീ എനിക്ക് അവരെ തരൂ, അവരെ തരൂ. നങ്ങേലി, ഇതാ നിന്റെ ഉണ്ണി. ഉണ്ണി, മോനെ ഉണ്ണി, ഉണ്ണി, മോനെ ഉണ്ണി. അല്ല, ഇതെന്റെ ഉണ്ണി അല്ല, ഇതെന്റെ ഉണ്ണി അല്ല, ഇതെന്റെ ഉണ്ണി അല്ല. പെറ്റ വയറിനെ വഞ്ചിക്കുന്ന പൊട്ടപ്പൂതമേ, നൊന്തു പെറ്റൊരമ്മ ഇതാ നിന്നെ ശപിക്കുന്നു. ശാപം വീഴണേന് മുമ്പ് പൂതം ഉണ്ണിയെയും ഉണ്ണിയുടെ അമ്മയുടെ കണ്ണുകളും തിരികെ കൊടുത്തു. അതാണ് അമ്മ. അപ്പോൾ അമ്മക്ക് ഭൂതത്തെ തോൽപ്പിച്ച് ഉണ്ണിയെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലേ? പക്ഷേ ഇന്നുണ്ട് ചില ഭൂതങ്ങൾ. അറിയോ എന്താണ് ഇന്നത്തെ ഭൂതങ്ങൾ? എന്താണ്? കള്ളന്മാരുണ്ട്, കുട്ടികളെ വഴിതെറ്റിക്കുന്നവരുണ്ട്, മയക്കുമരുന്നൊക്കെ തന്ന് നിങ്ങളെ ജീവിതം കളയുന്നവരുണ്ട്. ഇവരാണ് ഇന്നത്തെ. അതുപോലെ മോശപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് കേടുവരുന്നത്. അതാണ് ഇന്നത്തെ ഭൂതങ്ങൾ. ഇതിന് പിടികൊടുക്കുമോ? പിടികൊടുക്കുമ്പോൾ അമ്മമാർ പിറകെ വരും, നിങ്ങളെ കാത്തുരക്ഷിക്കും. അതാണ് അമ്മ. മനസ്സിലായോ? അപ്പോൾ ഇത് ഏതിൻ്റെ ഇഷ്ടപ്പെട്ട കഥ? അപ്പോൾ ഇന്നും എന്നും ഭൂതങ്ങളുണ്ട്. അന്ന് കഥയിലൊരു ഭൂതമാണെങ്കിൽ ഇന്ന് പലതരത്തിലെ കുട്ടികളെ ഭാവി നശിപ്പിക്കുന്ന, നിങ്ങളെ വേണ്ടാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ തരുന്ന ആ ഘടകങ്ങളാണ് ഇന്നത്തെ ഭൂതങ്ങൾ. അതിൽ നമ്മൾ രക്ഷിക്കണ്ടേ? വേണോ? അല്ല ഭൂതത്തിൻ്റെ പിടിയിൽപ്പെടണോ? ഇതാണ് ഭൂതപ്പാട്ട് എന്ന് പറയുന്ന കഥ. പഴയൊരു കഥ നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഭൂതമല്ല ഇന്ന് വേറെ ഭൂതങ്ങളാണല്ലേ. ഇഷ്ടപ്പെട്ടോ? എന്ന് ഇഷ്ടപ്പെട്ടിന് ഒരു കയ്യടി പോലും ഇല്ല. എന്താണ് സാർ? ഇനി ഞാൻ ഇതിനെല്ലാം ചോദ്യം ചോദിക്കും. അതിലാണ് നിങ്ങളുടെ പോയിന്റ് അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കഥയുടെ സെൻസ് എന്താണ്? ഈ കഥ എന്താണ്? അല്ലെങ്കിൽ കഥയിലെ ഈ കവിത എന്താ? ഇത് ആരാണ് എഴുതിയത്? ഇടശ്ശേരി ഗോവിന്ദൻ. എന്താണ് കഥയുടെ സാരം? ആർക്കും എന്ന് പറയാം. അമ്മയുടെ സ്നേഹം. ഓക്കെ, അതൊക്കെ. പിന്നെ മാതൃസ്നേഹം തന്നെയല്ലേ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അമ്മയുടെ കരുത്ത്. അതാ മക്കൾക്ക് വേണ്ടി അമ്മ എന്തും ചെയ്യും. ഒരു സിംഹം വന്നാലും സിംഹത്തോടെ എതിരിടും അമ്മ, അല്ല ഓടിപ്പോവുക. നിങ്ങളുടെ അമ്മയും പോകുമ്പോൾ ഒരു പുലി വന്ന് പിടിക്കാൻ വന്നു, അയ്യോ എൻ്റെ മകനെ പിടിച്ചോട്ട് അമ്മ ഓടി പോവോ? ഇല്ല, അമ്മ അതിനെ ഫൈറ്റ് ചെയ്യും. കരുത്തുണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പം അങ്ങനെ മാതൃസ്നേഹം, മാതൃത്വത്തിൻ്റെ ശക്തി. പിന്നെ ത്യാഗം. പിന്നെ സ്നേഹം തന്നെ. ഓക്കെ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കവിതയുടെ ആകെയുള്ള ഒരു കോർ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മാതൃസ്നേഹമാണ്. മാതൃസ്നേഹം അല്ലേ? അതിൻ്റെ വലിയൊരു നാടോടിക്കഥയാണ്. ഇതൊക്കെയുള്ളത് പാലക്കാട് പൂതം എന്ന് പറഞ്ഞിട്ട് ഒരു ആചാരം തന്നെയുണ്ട്, അനുഷ്ഠാനം തന്നെയുണ്ട്. വീടുകളിലേക്ക് കൊയ്ത്ത് കഴിയുമ്പോൾ വരുന്ന ഒരു തെയ്യം പോലുള്ളൊരു ഒരു കലാരൂപമാണ് പൂതം. പാലക്കാട് ഭാഗത്ത്, വള്ളുവനാട്, പഴയ വള്ളുവനാട് ഭാഗത്ത്. അപ്പോൾ ഇത്രയെങ്കിലും മനസ്സിലായില്ലേ? നമ്മൾ കൂടുതലൊന്നും പറയണ്ട. ഓക്കെ, ഇഷ്ടപ്പെട്ട കഥ? ഇതാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ അടുത്തത് വളരെ പ്രശസ്തമായ ഇന്നത്തെ ഒരു കഥയാണ്. അത് നിങ്ങൾക്ക് എത്ര കണ്ട് അതിൻ്റെ ഒരു
ഉൾക്കാമ്പ് കിട്ടുമെന്ന് എനിക്കറിയില്ല. മലയാളത്തിലെ പ്രശസ്തരായ കഥാകൃത്തുക്കൾ ഈ വേദിയിലുണ്ട്. ശ്രീ അംബികാസുധൻ മാങ്ങാട് മാഷുണ്ട്, അതുപോലെ കേട്ടിട്ടുണ്ടോ അംബികാസുധൻ മാങ്ങാട്, അതുപോലെ സന്തോഷ് ചിക്കാനം. ഇപ്പോൾ ഇവിടെയില്ല, വരും, കഴിയുമ്പോൾ വരും. അപ്പോൾ ഇവരൊക്കെയുണ്ട്. ഇവരുടെ അതായത് സന്തോഷ് ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ കേട്ടില്ലേ? ബിരിയാണി എന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് മാത്രമല്ല, കഴിച്ചാൽ മാത്രം മതിയോ? ബിരിയാണി എന്ന് പറഞ്ഞ കഥയുണ്ട്. അതെന്താണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ? ഏതെങ്കിലും കുട്ടികൾക്ക് അറിയോ അതിൻ്റെ കഥ? ചെറിയൊരു 2 വരി. എന്താണ് ബിരിയാണി? വളരെ പ്രശസ്തമായ കഥയാണ്. നിങ്ങളുടെ ചെറിയ ക്ലാസ്സിൽ 2 മത്സ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? 2 മത്സ്യങ്ങൾ മലയാളം ക്ലാസ്സിൽ ഇല്ല. നിങ്ങൾ മാഷാണ്, അംബികാസുധൻ മാഷാണ് എഴുതിയിരിക്കുന്നത്. ബിരിയാണി എന്ന കഥ കേട്ടിട്ടേ ഇല്ല. ബിരിയാണി അറിയില്ലേ? എന്താണ് ബിരിയാണി? നല്ല രുചിയുണ്ട് അല്ലേ? ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി. ഏത് ബിരിയാണി? വെജിറ്റബിൾ ബിരിയാണി. ഏതാ സന്തോഷ് സാർ ഒന്ന് വരുമോ? ഒരു 2 മിനിറ്റ് പ്ലീസ്, നമുക്ക് വെൽക്കം ചെയ്യാം. ഇവിടുന്ന് പറഞ്ഞാലും മതി. സന്തോഷ് സാറാണ് ബിരിയാണി എന്ന് പറയുന്ന നിങ്ങൾക്ക് പഠിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ വേറെ 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. എന്താണ് പിന്നെ മധുരക്കിഴങ്ങിൻ്റെ രുചി അല്ലേ? മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പാഠഭാഗമുണ്ട് മലയാളത്തിൽ. നിങ്ങൾ ഏത് ക്ലാസ്സിൽ? അല്ല, CBSE ആണോ? അല്ല, കേരള സിലബസ് ആണോ? എത്രാം ക്ലാസ്സാണ് ഇത്? എല്ലാവരും 4ാം ക്ലാസ്സിലാണോ? 5. ഓക്കെ. അപ്പോൾ ബിരിയാണിയുടെ ഒരു 1-2 അതിനെക്കുറിച്ച് 2 എന്താണ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ മതി. ഒരു പണി കൊടുത്തതാണ്. ബിരിയാണി എന്ന് പറയുന്ന കഥ നമ്മുടെ അന്യദേശ തൊഴിലാളികളില്ലേ, നമ്മൾ ഇവിടുന്ന് വരുന്നത്, അതായത് ഇവിടുന്ന് ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നിരവധി ആളുകൾ എന്തുകൊണ്ടാണ് അവർ വരുന്നത്? പട്ടിണി കൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത് അല്ലേ? അങ്ങനെ ആ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി കേരളത്തിലേക്ക് വന്ന് ജോലി ചെയ്യാൻ വേണ്ടി വന്ന ഒരാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ത് പറയുന്നത്, ആ കഥ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഈ ഭക്ഷണത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് അതിനകത്ത് പറയുന്നത്. കാരണം നമ്മുടെ ലോകത്തിലെ സമ്പത്ത് മുഴുവൻ ഒരു 10% ആളുകളുടെ കയ്യിലാണുള്ളത് അല്ലേ? ബാക്കി ആളുകൾ മുഴുവൻ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭക്ഷണത്തിനെ അതിഭീകരമായിട്ട് ദൂർത്തടിക്കുകയും മറ്റൊരു ഭാഗത്ത് ഫുഡില്ലാതെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥയിലൂടെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പൂർവ്വ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ആ കഥ പറയുന്നത്. എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി എന്ന് പറയുന്നത് വളരെ ലളിതമായ കഥയാണ്. അപ്പോൾ അതിൽ നിങ്ങളെപ്പോലെ തന്നെയുള്ള നിങ്ങളൊക്കെ പ്രായമുള്ളൊരു കൊച്ചു മകൾ അതിനകത്തുണ്ട്, അവളുടെ അച്ഛനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം നീണ്ടുപോകും. അതുകൊണ്ട് ബിരിയാണി എന്ന് പറഞ്ഞൊരു പുസ്തകം ഇവിടെ DC ബുക്സ് ഇറക്കിയാണ്. എപ്പോഴെങ്കിലും അച്ഛനോടോ അമ്മയോടോ ആ ബിരിയാണി എന്ന് പറയുന്ന പുസ്തകം കാണുമ്പോൾ നിങ്ങളത് എടുത്തിട്ട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ബിരിയാണിയുടെ പശ്ചാത്തലം മനസ്സിലായില്ലേ? ബംഗാളിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ വന്ന് ഇവിടെ പണിയെടുക്കുന്ന ആളുകൾ അവരവിടെ കടുത്ത ദാരിദ്ര്യമാണ്. ഇവിടെ നമുക്ക് കൂലിയായിട്ട് 800 രൂപയും 900 രൂപയൊക്കെ സാധാരണ ദിവസക്കൂലിക്കാർക്ക് കിട്ടുമ്പോൾ അവിടെ 100 രൂപയൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ദാരിദ്ര്യമുള്ളൊരു കുടുംബത്തിൽ ഉള്ള ദുരന്ത കഥാപാത്രമാണ് ഗോപാൽ യാദവ്. ഞാൻ ഇനി വർത്തമാനം അതിൽ പറയുന്നില്ല, ഞാൻ ഈ സാധനം അഭിനയിച്ചിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കും. ഓക്കെ. അപ്പോൾ ബിരിയാണി എന്ന് പറയുന്ന കഥ നമ്മൾ നാടകമാക്കുമ്പോൾ അതിന് ഇതെഴുതിയ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന റൈറ്റർ എഴുതിയതിൻ്റെ അപ്പുറം ചില ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കും. അത് നമ്മുടെ നാടകക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കഥയെ മാറ്റാൻ പാടില്ല. കഥ അതുപോലെ നമുക്ക് നാടകമാക്കാൻ പറ്റുമോ? ഇല്ല, മാറ്റമുണ്ടാവും. അപ്പോൾ ബിരിയാണി കാണണ്ടേ? അല്ലെങ്കിൽ ഞാൻ അത് അടുത്ത ആളുകളെ ഇവിടെ കയറ്റും ബിരിയാണി വേണ്ടെങ്കിൽ. ഓക്കെ. കളിച്ചും ചിരിച്ചും ചൊറിഞ്ഞും തിരിഞ്ഞും കളി കണ്ടിരിപ്പോരെ അറിയുമോ എന്നെ? പുരാണത്തിൽ നിന്നും പുറപ്പെട്ടു വന്നോൻ
മുറം വിറ്റു കിട്ടും പണം കൊണ്ടു മാത്രം മുറ തെറ്റിടാതെ പുലർന്നോൻ പഴഞ്ചൻ പാക്കനാർ. ഒരു പകല് മുഴുവൻ ഈ നാടു ചുറ്റി നടന്നു കണ്ട കഥ ചൊല്ലട്ടെ. അയ്യോ, കുഴിച്ച് മൂട്. ഞാൻ കെട്ടിപ്പൂട്ടി വെച്ച എൻ്റെ പൊന്നും പണവും എൻ്റെ 7 നില മണിമാളിക എല്ലാം പോയില്ലേ. ഈ മലവെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ. ഈ കുഴിയിലേക്ക് പോയില്ലേ എൻ്റെ പാക്കനാരേ. ആ പാക്കനാര് പണ്ടേ പറഞ്ഞതാ, പണമെടുത്ത് തലയിൽ വെച്ചാൽ തല ചുറ്റും മുറ തെറ്റും, തല തെറ്റും മുറ തെറ്റും, തലമുറയുടെ വഴി തെറ്റും. കേട്ടില്ലല്ലോ, ഒരാളും കേട്ടില്ലല്ലോ. ഇപ്പൊ ഉടുമുണ്ടിന് തീ പിടിച്ച പോലത്തെ ഓട്ടം, ഓടടാ ഓട്ടം. എന്താ ഒരു ശബ്ദം? ആ, മറ്റൊരു കുഴി, മറ്റൊരാൾ കുഴിക്കണ ഒച്ചയാ. ഇത് കഥയിലെ കുഴിയാ. പ്രശസ്ത കഥാകൃത്ത് ശ്രീ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയിലെ കുഴിവെട്ട്. അരേ അരേ ഗോപാൽ ബായ്, ഇതർ ഈടെ കുയിക്ക് ബായ്. നിങ്ങളെത്ര ആഴം അത്രയ്ക്ക് എൻ്റെ ഭീതി. ആട്ടെ, നിങ്ങളേത് നാട്ടിൽ നിന്നാ? എന്താ ഇവിടുത്തെ വിശേഷോ? സെൽഫി. सब ബീഹാർ से मेरा गाँव ലാൽമാത്തി. അവിടെ കൽക്കരി ചാക്കുകൾ സൈക്കിളിൽ അടുക്കിക്കെട്ട് വെച്ച് ഉന്ത് തള്ളി നടക്കണം. പക്ഷേ മേസ്തിരി അരെ സാലേ, വലിഞ്ഞു നടക്കടാ. അസ്തമിക്ക് മുമ്പ് ഗദ്ദയിലെത്തണം. 40 കിലോമീറ്റർ. കൂലി തരുന്നില്ലേ? 10 രൂപ. ജൽദി സാലേ. മേസ്തിരിയുടെ തല്ലും തെറിയും കൊണ്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ബാപ്പു എന്താ മോക്ക് കൊണ്ടുവന്നിരിക്കുന്നേ? മിഠായിയാ, പലഹാര? ഒന്നുമില്ലേ ബാപ്പുവിൻ്റെ കയ്യിൽ? ഒന്നുമില്ലേ? മോക്ക് വിശന്നിട്ട് കളിക്കാനും ചിരിക്കാനും ഒന്നും പറ്റണില്ല ബാപ്പു. അരേ ബീഹാറി ബായ്, കുഴിച്ചത് മതി, ഇനി ഇത് മൂടലാ പടി. നമ്മളെ കലന്തരാജിന്റെ പോരേല് ഒരു വിശേഷം വന്ന അപ്പോൾ ഇതാ കഥ. വന്നോനിക്ക് പോയോനിക്ക് കണ്ടോനിക്ക് കേട്ടോനിക്ക് വയറ് നിറയെ ബിരിയാണി. കണ്ട കുന്തോളം ബിരിയാണി ബാക്കി. മൂടി കുഴിച്ച് മൂട്. അതേടാ ഉസ്മാനെ, ഈ കലന്തരാജിന്റെ പോരേൽ ഒരു വിശേഷം വന്ന അത് നാടാകെ അറിയണം. ഇവിടുത്തെ ലോക്കൽ ഇച്ചാമാര് വിളമ്പണ ശല്യപുല്ല് ബിരിയാണി അല്ല മോനെ ഇത്. ഇവൻ ഈ ഇന്ത്യക്കാരൻ കുഴിച്ചു മൂടണ ചോറുണ്ടല്ല, സാക്ഷാൽ മുല്ലപ്പൂ മണക്കണ ബസുമതി അരിയ. ഏത് ബസ്മതി बसमती मेरे बेटे का नाम है बसमती 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 बेटी. सब ഇത് ചവിട്ടുമ്പോ എല്ല് പൊടിയണ ഒച്ചയാ. മൂപ്പത്തിയിട്ടില്ലാത്ത എല്ല് പൊടിയണ ഒച്ചയാ. എൻ്റെ മോനൊച്ചയാ. അമ്പ്രാ കുഴി മൂടല്ലേ, അമ്പ്രാ കുഴി മൂടല്ലേ. ഇതും കൂടി അതിനകത്തേക്ക്. ഞാൻ അമ്മ ഇവൻ്റെ അമ്മ, മധുവിൻ്റെ അമ്മ, കാട്ടുമക്കടെ അമ്മ. ഇങ്ങനെ ലോകത്തിന് വെളിയിലേനു ഞങ്ങൾ. എന്നിട്ടും നിങ്ങൾ ആളും വിളിയായിട്ട് വന്ന് ഏടെ കാട്ടിലേക്ക് വന്ന് ഏടെ മോനെ പുരിച്ചോണ്ട് പോയി. കട്ട് തിന്നണ കള്ളൻ ചവിട്ടി അടിച്ച് അവസാനം
ചോര ചാറി പണ്ടം കലകി ഓൻ ചത്ത് നിങ്ങ ഫോട്ടം പിടിച്ച് രസിച്ച് ഞാൻ ഓൻ്റെ അമ്മ നിങ്ങളോട് കരഞ്ഞു ചോദിക്കണ്, നിങ്ങളുടെ ഈ വലിയ ലോകത്തിന് വെളിയിൽ കേങ്ങ് മാന്തി ചുട്ട് തിന്ന് ജീവിക്കണ നാങ്കളെ എന്തിനു കൊല്ലുന്നത്? ഈ ഉയരം കൂട്ടിപ്പിടിച്ച് എങ്ങോട്ടാ പോണ്ടേ? ഞാൻ ഈ ബിരിയാണി സാധനം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓർഡർ അവിടെ കിടന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഇവനിൽ കൂട്ടിച്ചേർത്തതെന്നുള്ള ഇത് നമ്മൾ നാടകം ചെയ്യുമ്പോൾ നമ്മളിവിടെ നടക്കുന്ന ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്താൽ കുറേ കൂടി നമുക്കത് ആളുകൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് ബിരിയാണിയുടെ അവസാനം ഇതേപോലെ പട്ടിണി കൊണ്ട് കൊല്ലപ്പെട്ട മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ പേപ്പറിൽ? എന്തോ കുറച്ച് അരിയൊക്കെ എടുത്തതിന് നാട്ടുകാർ വളഞ്ഞിട്ട് തല്ലിക്കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ച് കൊല്ലം മുമ്പ്. കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളറിയണം, ഭക്ഷണമില്ലാത്ത ഒരുപാട് ആളുകൾ എവിടെയുണ്ട്? ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നുണ്ട്. അവരെ നമ്മൾ കൺസിഡർ ചെയ്യണം, പറ്റുന്ന സഹായം അവർക്ക് കൊടുക്കണം. ഈ ഒരു ബോധമുണ്ടെങ്കിൽ, ഈ ഒരു സഹജീവി സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പഠിച്ചിട്ടും ഏത് ഉയരത്തിലെത്തിയിട്ടും കാര്യമുള്ളൂ. നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, മറ്റുള്ളവരും ജീവിക്കണം. ഓക്കെ അല്ലേ? ആ കഥ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായ ആ വലിയ കഥയാണ്. അത് വായിച്ചിട്ടല്ലാതെ തന്നെ ഒരു സാധനം കാണുമ്പോൾ നിങ്ങൾക്കതിൻ്റെ സെൻസ് കിട്ടുന്നില്ല എന്താണെന്ന്. അപ്പോൾ നമ്മൾ പാഠഭാഗങ്ങൾ അധ്യാപകർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ആയുധം, ടൂൾ എന്ന് പറയുന്നത് നാടകമാണ്. അതിലെല്ലാ ബുദ്ധിയും വികസിക്കേണ്ട സംഗീതം, കണക്കുണ്ട്, ചിത്രമുണ്ട്, നമ്മുടെ ഭാഷാബുദ്ധിയുണ്ട്. അങ്ങനെ 9ഓളം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കൂടി ചേർന്ന സാധനമാണ് നാടകം. അതുകൊണ്ട് തന്നെ സിലബസിൽ നിർബന്ധമായും കുട്ടികളെ നിങ്ങൾ അവരുടെ കോൺഫിഡൻസ് വളർത്തണമെങ്കിൽ ഇത്തരം തിയേറ്റർ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഇതിൻ്റെ സംഘാടകർക്കും നമ്മുടെ KLIBF-ൻ്റെ ക്ഷണിച്ച എല്ലാവർക്കുള്ള നന്ദിയും, അതുപോലെ എന്നോട് സഹകരിച്ച സന്തോഷ്, സബാഹ്, അതുപോലെ അംബികാസുധ മാഷുണ്ട് ഇവിടെ. അദ്ദേഹം വളരെ പ്രഗത്ഭരായ നോവലിസ്റ്റാണ്. അദ്ദേഹത്തെ കൂടി ഒന്ന് ജസ്റ്റ് മാഷ ഒന്ന് വരുമോ? ഇത് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് കുട്ടികളോടൊന്ന് 2 വാക്ക് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അറിയും. വളരെ പ്രഗത്ഭരായ ആളുകളാണ് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇത് കണ്ടിരിക്കുന്നത്. നമുക്ക് സാധാരണ ഇങ്ങനെ വെറുതെ പോയിട്ട് കിട്ടുന്ന ആളുകളൊന്നുമല്ല ഇത്. നമ്മളെ സ്നേഹം കൊണ്ട് വന്നതാണ്. ഓക്കെ, നമസ്കാരം. ഇവിടെ ശശികുമാറിൻ്റെ അഭിനയ ചാതുരിയുടെ മുന്നിൽ നിങ്ങളെപ്പോലെ ഞാനും വിസ്മയിച്ച് ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളും അറിവുകളും കിട്ടി എന്നുള്ളത് അങ്ങേറ്റം സന്തോഷമുള്ള കാര്യമാണ്. നന്ദി, നമസ്കാരം. മാഷ്ക്ക് ഒരു കൈയ്യടി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും, ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവരോടും, ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും നന്ദി. മാഡം എല്ലാവരോടും. ഓക്കെ, സുബിൻ സാർ നന്ദി. ലൈറ്റ് ആൻഡ് സൗണ്ടിന് നന്ദി.